ഓക്കെ ഫൈൻ. ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിഫ്ലക്റ്റിംഗ്, ഡാമ്പിംഗ് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് ഷോർട്ട് ഐഡിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ വി ഹാവ് ടു മൂവ് ത്രൂ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ആൻ അനലോഗ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അനലോഗ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഹാവ് എ മൂവിങ് പാർട്ട്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചിന്നോ അല്ലെങ്കിൽ ഡയൽസ് ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നതാണല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു പാർട്ടിനെയാണ് ഇൻഡിക്കേറ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് എലമെൻ്റ് എന്ന് പറയുന്നത്. സോ മൂവിങ് പാർട്ട് ഷുഡ് ബി ലൈറ്റ്. എപ്പോഴും മൂവിങ് പാർട്ട് എപ്പോഴും ലൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് കൊണ്ടിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുകയും അത് നമുക്ക് ഉണ്ടാകുന്ന മെഷർമെൻറ്റിനെ ബാധിക്കുകയും ചെയ്യും. സോ ദ മൂവിങ് പാർട്ട് ഷുഡ് ബി ലൈറ്റ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഷുഡ് ബി മിനിമം. ഡ്യൂ ടു ദീസ് ഫാക്ടേഴ്സ് പവർ കൺസപ്ഷൻ വിൽ ബി വെരി ലോ. അതായത് നമ്മൾ ഈ മൂവിങ് പാർട്ടിൻ്റെ സൈസ് കുറയ്ക്കുന്നതനുസരിച്ച് പവർ കൺസപ്ഷൻ വെരി ലോ ആയിരിക്കും ഫോർ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? പവർ എക്സ്പെൻഡിച്ചർ ഓഫ് എ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ് ഓഫ് ദ മൂവിങ് പാർട്ട് ആൻഡ് ദി ഫ്രിക്ഷണൽ ഫോഴ്സസ് ഒപ്പോസിങ് ദ മൂവ്മെൻറ്റ്. ഈ ഒരു സൈൻ ഡിനോട്ട് ചെയ്യുന്നത് പ്രൊപ്പോർഷണലാലിറ്റിയാണ്. അത് നിങ്ങൾക്ക് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സൈൻ ചെയ്യുന്നത്. സോ അത് തിയറി പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദ പവർ എക്സ്പെൻഡിച്ചർ ഈസ് ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ മൂവിങ് പാർട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് ദ മൂവിങ് പാർട്ട് ആൻഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഒപ്പോസിങ് ദ മൂവ്മെൻറ്റ്. The material of moving part should be aluminum. Aluminum is very light material, we know. So we use aluminum as moving part. And actually ഫ്രിക്ഷണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഏത് വഴി? We have to reduce frictional forces by using a spindle arrangement and mounted between two jewel bearings. നമ്മൾ ബിയറിങ്സിനെ കുറിച്ച് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ ബൈക്കിലൊക്കെ ഉള്ള ബിയറിങ്സ് കണ്ടിട്ടുണ്ടാവും. ചെറിയ റൗണ്ട് അല്ലെങ്കിൽ ബിയറിങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബൈക്കിലുള്ള ബിയറിങ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ സ്പെറിക്കലായിട്ടുള്ള കുറേ ഗോലികൾ പോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് സ്റ്റേഷനറി ആയിട്ടിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ബൈക്കിനകത്തുള്ളതൊക്കെ ബിയറിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു ബിയറിങ് അറേഞ്ച്മെൻ്റ് അല്ല നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഇരിക്കുന്നത്. ബിയറിങ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റാണ് ബിയറിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു യൂസ് എ സ്പിൻഡിൽ മൗണ്ടഡ് ബിറ്റ്വീൻ ടു ജുവൽ ബിയറിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പിട്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിന് സപ്പോർട്ട്സ് ആവശ്യമായിട്ടുണ്ട്. അത് കൺട്രോളിങ് ടോർക്കിനാവാം, മറ്റു പല ആവശ്യങ്ങൾക്കാവാം, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. സോ വി ഹാവ് ടു സപ്പോർട്ട് ദ മൂവിങ് എലമെൻറ്റ്. The force torque developed by the moving element is comparatively low. ആക്ച്വലി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന മൂവിങ് എലമെൻറ്റിൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവാണ്. കൂടാതെ ഒരു സർക്യൂട്ട് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പവർ കൺസപ്ഷൻ വെരി ലോ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡിഫ്ലക്ഷനെ വരത്തുള്ളൂ. സോ വി ഹാവ് ടു ഇൻക്രീസ് ദ ഡിഫ്ലക്ഷൻ in order to produce correct measurement. We have to add some weights or supports in this measuring instrument. If we put a circuit, there is no drastic change in the reading because its power consumption is very low. In order to make up the reading accurate and reduce frictional forces,
വി ഇംപ്ലിമെൻറ്റ് അഡീഷണൽ സപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സസ്പെൻഷൻ, രണ്ടെന്ന് പറയുന്നത് ടോട്ട് സസ്പെൻഷൻ, തേർഡ് വൺ ഈസ് പിവറ്റ്, ജുവൽ ആൻഡ് ബിയറിങ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പിവറ്റ് ആൻഡ് ജുവൽ ബിയറിങ്സ് ആണ്. സസ്പെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഫൈൻ റിബൺ ഷേപ്പ്ഡ് മെറ്റീരിയൽ ഫിലമെൻ്റ് ആണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഒരു നോർമൽ സസ്പെൻഷൻ ഹാവ് റിബൺ ഷേപ്ഡ് മെറ്റൽ ഫിലമെൻറ്റ് അപ്പർ സസ്പെൻഷൻ. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ അറിയാം. അപ്പർ സസ്പെൻഷനിലൊരു റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് സസ്പെൻഡ് ചെയ്യുന്നു. താഴെയാണെങ്കിൽ ലോവർ സൈഡാണെങ്കിൽ ഒരു സ്പ്രിങ് യൂസ് ചെയ്തിട്ട് സസ്പെൻഡ് ചെയ്യുന്നു. ഈ മൂവിങ് എലമെൻറ്റ് ഇത് രണ്ടിനിടയ്ക്കാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ നമ്മൾ കയറിട്ട് ഒരു സ്റ്റേഷനറി ഭാഗത്ത് കെട്ടി അതിൻ്റെ ഒരറ്റം കെട്ടി അതിൻ്റെ രണ്ടാമത്തെ അറ്റവും കോയിൽ കെട്ടി കഴിഞ്ഞാൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഒരു കോയിലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാരഡേസ് ലോ അനുസരിച്ചിട്ട് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനിടയ്ക്ക് കോയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുകയും അതിന് ഒപ്പോസിങ് ആൻഡ് അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടായി അത് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കും മൂവിങ് എലമെൻറ്റ്. നമുക്ക് യൂസ് ചെയ്യേണ്ട മൂവിങ് എലമെൻറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഇത് വെർട്ടിക്കലി മാത്രമേ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഈ സസ്പെൻഷനിൽ. സോ റിബൺ എന്ന് പറയുന്നത് സ്പ്രിങ് മെറ്റീരിയൽ ബൈ കോപ്പറോ അല്ലെങ്കിൽ ബെറിലിയം കോപ്പറോ ഫോസ്ഫറസ് ബ്രോൺസോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ക്ലാസ് തന്നെയുണ്ട്. അതിൽ ബെറിലിയം കോപ്പർ, ഫോസ്ഫറസ് ബ്രോൺസ് എന്നീ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും റിബൺസ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പർ സൈഡ് റിബണും ലോവർ സൈഡ് ഒരു കോയിലുമാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ലോവർ സസ്പെൻഷൻ എന്ന് പറയുന്നത് കോയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കെയർഫുൾ ലെവലിംഗ് ഈസ് നീഡ്. ലെവലിംഗ് എന്ന് പറയുന്നത് കെയർഫുള്ളായിട്ട് ചെയ്യണം. മൂവി സിസ്റ്റം ഹാങ്സ് വെർട്ടിക്കലി ഒൺലി ഫോർ ഗ്രേറ്റ് സെൻസിറ്റിവിറ്റി നീഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇൻ ലാബ്സിൽ മാത്രമേ നമ്മൾ വി യൂസ് ദീസ് സസ്പെൻഷൻ. മോർ എന്ന് വെച്ചാൽ വി ഹാവ് ടു ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി, വി ഹാവ് ടു പ്രൊവൈഡ് ക്ലാമ്പിംഗ് അറേഞ്ച്മെൻറ്റ് ഇൻ ദ മൂവിങ് സിസ്റ്റം, പ്രിവെൻറ്റ് ഷോക്സ്. അതായത് സപ്പോർട്ട്സിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മൂവിങ് പാർട്ടിൻ്റെ അപ്പർ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റിബൺ വെച്ചിട്ട് സസ്പെൻഡ് ചെയ്യും, താഴെ ഒരു കോയിൽ വെച്ചിട്ട് സസ്പെൻഡ് ചെയ്യും. അത് ട്വിസ്റ്റ് ചെയ്യുമല്ലോ. ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ സംഭവങ്ങൾ തന്നെ കൺട്രോളിങ് ടോർക്ക് കൊടുത്ത്, പിന്നീട് പറഞ്ഞുതരാം, കൺട്രോളിങ് ടോർക്ക് കൊടുത്ത് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ടോട്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് സിമിലറാണ്. നമ്മൾ റിബൺ യൂസ് ചെയ്യുന്നതിന് പകരം ലോവർ ആൻഡ് അപ്പർ കോയിൽ യൂസ് ചെയ്യും. എക്സാക്റ്റ് ലെവലിംഗ് റിക്വയർഡ് ഇല്ല. ഇഫ് മൂവിങ് എലമെൻറ്റ് ഈസ് പ്രോപ്പർലി ബാലൻസ് ആണെങ്കിൽ നമ്മൾക്ക് ടോട്ട് സസ്പെൻഷൻ യൂസ് ചെയ്യാം. ഗാൽവനോമീറ്റർ ക്ലാസ്, ലോ ഫ്രിക്ഷൻ, ഹൈ സെൻസിറ്റിവിറ്റി എക്യുപ്മെൻറ്റ്സിന് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. ഈ കോയിൽ സസ്പെൻഷൻ നമുക്ക് കൺട്രോളിങ് ടോർക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ടോട്ട് സസ്പെൻഷൻ only for vertical arrangement, flat ribbon suspension both lower and upper coils ആണ് യൂസ് ചെയ്യുന്നത്. എക്സാക്റ്റ് ലെവലിംഗ് നോട്ട് റിക്വയർഡ്. ഫ്ലാറ്റ് കോയിൽ not required. Moving element is properly balanced. Okay. And then last one is pivot jewel bearings. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സസ്പെൻഷൻ നമ്മൾ കൺട്രോളിങ് ടോർക്കായിട്ടും നമുക്ക് സ്മൂത്തായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ പിവറ്റ് ജുവൽ ബെയറിങ്സ് യൂസ് ചെയ്യും. ഈ പിവറ്റ് ജുവൽ ബെയറിങ്സ് എന്ന് പറയുന്നതാണ് എല്ലാ ഇൻസ്ട്രുമെൻസിലും യൂസ് ചെയ്യുന്ന സസ്പെൻഷൻ അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നല്ല രീതിയിൽ പഠിക്കണം. പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ്. സോ പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. ആക്ച്വലി മൂവിങ് സിസ്റ്റം മൗണ്ടഡ് ഓൺ എ സ്പിൻഡിൽ. ഈ സ്പിൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന പേനയാണെന്ന് ഉദ്ദേശിക്കുക. ഈ സ്പിൻഡിലിൽ ഈ ഭാഗം ടാപ്പേർഡാണ്. ടാപ്പേർഡ് മീൻസ് കോണിക്കലായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതേപോലെ ഈ സൈഡും
കോണിക്കലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ സൈഡും കോണിക്കലായിട്ട് വരും, ഈ സൈഡും കോണിക്കലായിട്ട് വരും. ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്ന ഹാർഡ് ആൻഡ് സ്റ്റീൽ അറേഞ്ച്മെൻറ്റിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ സ്പിൻഡിൽ വി പ്രൊവൈഡ് ദി സ്പിൻഡിൽ ഇൻ എ ജുവൽ. ഈ ജുവൽ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഈ കോണിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ടാപ്പേർഡ് ആയിട്ടുള്ള ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻസൈഡ് എ സർഫസ് ഹാവിങ് കോണിക്കൽ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഹാവിങ് റേഡിയസ് ഗ്രേറ്റർ ദാൻ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ്. അപ്പം ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റിനേക്കാൾ റേഡിയസ് അല്ലെങ്കിൽ കോണിക്കൽ റേഡിയസ് ഉള്ള വേറൊരു സർഫസിലേക്ക് ഇത് കൊണ്ടുവയ്ക്കും. അപ്പം നമുക്കിത് ഈ പെന്നിൻ്റെ ടിപ്പ് നമ്മളിവിടെ കറക്റ്റായി പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും കോണിക്കലാണ്, ഇതും കോണിക്കലാണ്. അപ്പോൾ ഈ കോണിക്കൽ സർഫസിൽ ഇത് ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഫ്രീ ടു മൂവ്. അതായത് നമ്മുടെ ഈ കോണിക്കൽ സർഫസിൻ്റെ ടിപ്പെന്ന് പറയുന്നത് ചെറിയ സെമി സർക്കുലറായിട്ടാണല്ലോ ഈ പെന്നിലും ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെമി സർക്കുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഫ്രീ ടു മൂവ് ആൻഡ് ഫ്രീ ടു റൊട്ടേറ്റ്. അപ്പം രണ്ട് സൈഡിലും ഈ ഒരു പ്രൊവിഷൻ ജുവൽ ആൻഡ് സ്പിൻഡിൽ ജുവൽ ബെയറിങ്സ് ആൻഡ് സ്പിൻഡിൽ മൗണ്ട് ചെയ്ത് വയ്ക്കും. അപ്പം നമുക്ക് ഫ്രീ ടു മൂവ്, ഈ സ്പിൻഡിൽ ഫ്രീ ടു മൂവ് ആയിരിക്കും. ഈ സൈഡിലും വയ്ക്കും, ഈ സൈഡിലും വയ്ക്കും, ഈ സൈഡിലും വയ്ക്കും, ഈ സൈഡിലും വയ്ക്കും. സോ ഫ്രീ ടു മൂവ്. there is no chance for misplace this spindle. അതായത് ഈ സ്പിൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് മിസ്പ്ലേസ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇതിനകത്തില്ല. നമ്മൾ മൗണ്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഈ സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പിൻഡിലായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, മൂവിങ് പാർട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് ഫ്രീ ടു റൊട്ടേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മൂവിങ് പാർട്ട് അല്ലെങ്കിൽ സ്കെയിൽ റീഡിങ് എന്ന് പറയുന്നത് ഇതായിരിക്കും സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഫ്രീ ടു ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കും. ഇതാണ് പിവട്ട് ആൻഡ് ജുവൽ ബെയറിങ്സ്. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മൂവിങ് സിസ്റ്റം മൗണ്ടഡ് ഓൺ എ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് ആൻഡ് സ്റ്റീലായിരിക്കും. ബോത്ത് സൈഡ്സ് ടാപ്പേർഡ് കോണിക്കൽ ഷേപ്പ്. ദി സ്പിൻഡിൽ ഫിറ്റ്സ് ഇൻ ടു കോണിക്കൽ ഹോൾസ്. ഈ കോണിക്കൽ ഹോൾസിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും. കാൾഡ് ജുവൽ ബെയറിങ്സ്. ഇതിനെയാണ് ജുവൽ ബെയറിങ്സ് എന്ന് പറയുന്നത്. അത് സഫയർ ഫോം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്നത്. ഈ സഫയർ വിത്ത് സ്റ്റീലായിരിക്കും നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഫയർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കാം അത് യൂസ് ചെയ്യുന്നത്. വി ഹാവ് ടു യൂസ് ദീസ് സാഫയർ സ്റ്റീൽ റെഡ്യൂസ് ഫ്രിക്ഷൻ, കോമ്പിനേഷൻ ഓഫ് സാഫയർ ആൻഡ് സ്റ്റീൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഫ്രിക്ഷണൽ ടോർക്ക് ഈസ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ പിവട്ട് ആൻഡ് ജുവൽ. ആക്ച്വലി അപ്പോൾ നമ്മൾ ഈ ടിപ്പിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റും ജുവലിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ടോർക്കുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ വി ഹാവ് ടു റെഡ്യൂസ് ദി ടിപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ബട്ട് ഫോർ കൺവെൻഷണൽ മെഷർമെൻറ്റ്സ് വി യൂസ് പിവറ്റ് ഹാവിങ് ഹെമിസ്പെറിക്കൽ ടിപ്പ്. ക്രോസ് സെക്ഷൻ കുറച്ചുകൊണ്ട് സ്പെറിക്കലായിട്ടുള്ളതാകുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവായിരിക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ കോൺ പോലെ യൂസ് ചെയ്താൽ പോലും നമുക്ക് ടിപ്പിൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് സെമി സ്പെറിക്കൽ കേസാണെങ്കിൽ അതിനേക്കാൾ റെഡ്യൂസ് ചെയ്താണ് ഇത് വരുന്നത്. സോ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ കോണ്ടാക്ട് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെമിസ്പെറിക്കൽ ടിപ്പ് യൂസ് ചെയ്യും. ജുവലിൽ ലാർജർ ആംഗിൾ യൂസ് ചെയ്തിട്ട് റേഡിയസ് ഓഫ് ദ ടിപ്പ് പിവട്ട് എന്ന് പറയുന്നത് 0.0125 മില്ലിമീറ്റർ ടു 0.07 മില്ലിമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ജുവൽ കോണ്ടാക്ട് സർഫസ് സർക്കുലർ ആയിരിക്കും. സോ ബിയേഴ്സ് ഡ്രൈ ആണ്.
there is no lubricants are used, because സമ്മിങ് എഫക്റ്റ് ഉണ്ടാവും, ഗമ്മിങ് എഫക്റ്റ് ഉണ്ടാവും. ഗമ്മിങ് എഫക്റ്റ് വിൽ കളക്ട് ഡസ്റ്റ്, അപ്പോൾ പൊടിപടലങ്ങളുണ്ടാകും. അതുകൊണ്ട് ലൂബ്രിക്കേഷനൊന്നും ആവശ്യമില്ല. ഈ ഡ്യുവൽ ബെയറിങ്സ് തന്നെ സാറ്റിസ്ഫയർ ആണ്. നമ്മൾ എന്തിന് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് മൂവിങ് എലമെൻറ്റ് ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ നമുക്കിത് അത്യാവശ്യമാണ്. സോ ഓക്കെ ഫൈൻ.